ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്ഷൻ 4.7-ലെ ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. സബ്സ്പേസിൻ്റെ ബേസിസ് കാണണം. അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് റോ ഡയറക്ഷൻ തന്നെയാണ്. പക്ഷേ അഡീഷണലായി ചില പോയിന്റുകൾ പറയാനുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഡയറക്റ്റ്. ഈ സെക്ഷനിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ബേസിസ് ആൻഡ് ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ബേസിസ് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ അടുത്തൊരു ഒരു അഡീഷണൽ പോയിന്റ് എന്തായിരിക്കും? ലീനിയർ കോമ്പിനേഷൻ കൂടിയായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ട് ബി പാർട്ട് ഉണ്ട്. ഫസ്റ്റ് എ പാർട്ട് ശ്രദ്ധിക്കാം. ഫൈൻഡ് എ സബ്സെറ്റ് ഓഫ് ദ വെക്ടേഴ്സ് v1 to v5 5 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഫോം എ ബേസിസ് ഫോർ ദ സബ്സ്പേസ് ഓഫ് R4 സ്പാൻഡ് ബൈ ദീസ് വെക്ടേഴ്സ്. ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസിൻ്റെ R4 സബ്സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കണം. ആ ബേസിൻ്റെ പ്രത്യേകത ദാറ്റ് ബേസിസ് ഷുഡ് ബി എ സബ്സെറ്റ് ഓഫ് v1 to v5. ഇതിൽ തന്നെ വരുന്ന വെക്ടേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ബേസിസ് കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടേണ്ട ബേസിസ് ഗിവൺ വെക്ടേഴ്സിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ വെക്ടേഴ്സിനെ എങ്ങനെ എഴുതുക? കോളമായിട്ട് എഴുതും അല്ലേ? അപ്പോൾ കോളമായിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും? 1 -2 0 3 2 -5 -3 6 0 1 3 0 2 -1 4 -7 and last 5 -8 1 2. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിന് റോ റിഡക്ഷൻ നടത്താം. ഇതിന് ഞാൻ റോ റിഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിന് ഞാൻ ഇനി സമയം കളയുന്നില്ല. അത് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതുന്നുണ്ടോ. വെക്ടർ കിട്ടുക നമുക്ക് 1 0 2 0 1 0 1 -1 0 1 0 0 0 1 1 and last 0 0 0 0 0. ഓക്കെ, ഈ റോ റിഡക്ഷൻ നടത്തി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ലീഡിങ് വണ്ണിന് നമ്മൾ സർക്കിൾ കൊടുക്കും. ദിസ് വൺ ആൻഡ് ദിസ് വൺ. 3 വെക്ടേഴ്സ് അല്ലേ ഉള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 3 വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയുള്ള കോളം നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ സെലക്ട് ചെയ്യും. ഈ ഫസ്റ്റ് കോളം എടുത്തു, അതേതായിരുന്നു? v1 ആണ്. അപ്പോൾ നമ്മുടെ ബേസിസിൽ വരുന്ന വെക്ടേഴ്സ് v1 is equal to 1 -2 0 3. അടുത്തത് v2 is equal to 2 -5 -3 6 and ഏതൊക്കെയുള്ള v1 v2 കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള v4 ആണ്. ആൻഡ് v4 is equal to v4 ആരൊക്കെയുള്ളത്? v4 ഇതല്ലേ, ഇതന്നെ. 2 -1 4 -7 ഇതാണ് v4. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഇത് കഴിഞ്ഞു. ബേസിസ് ഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇത് നമുക്ക് വേണമെങ്കിൽ സെറ്റായിട്ട് എഴുതാം. സെറ്റ് ദിസ് ഫോം എ ബേസിസ് ഫോർ ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ ദീസ് വെക്ടേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ബേസിസ് ഉള്ളത്? v1 v2 v4 ആണ് ബേസിസ് ഉള്ളത്. ആർക്കാണ് ബേസിസ് ഇല്ലാത്തത്? v3 ആൻഡ് v5 ബേസിസ് ഇല്ല. ഇനി ബി പാർട്ടിലേക്ക് നോക്കിയേ. എക്സ്പ്രസ് ഈച്ച് വെക്ടർ നോട്ട് ഇൻ ദ ബേസിസ്. ബേസിസിൽ ഇല്ലാത്ത വെക്ടേഴ്സ് എന്നാൽ ആരൊക്കെയാണ്? v3യും v5ഉം നോട്ട് ഇൻ ദ ബേസിസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ ബേസിസ് വെക്ടേഴ്സ്. നോക്കൂ, ബേസിസ് ആണെങ്കിലേ ആ വെക്ടർ സ്പേസിലെ ഏത് വെക്ടറിനെയും ആ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതണ്ടേ? അപ്പം ഇതാണ് ബേസിസ് ആയിട്ട് വരുന്നത് അല്ലേ? ആ സബ്സ്പേസിലെ ഒരു മെമ്പർ അല്ലേ നമ്മുടെ v3. അപ്പോൾ v3യെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണ്ടേ? അതുപോലെ v5നെയും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. ക്ലിയർ? അത് നമുക്ക് സാധാരണ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? v3യെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതണമെങ്കിൽ v3 is equal to c1 v1 plus c2 v2 plus c. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. അതുപോലെ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയി ചെയ്യാം. ഇവിടെ ചെറിയൊരു ടെക്നിക്ക് നമുക്കുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ആ ടെക്നിക്ക് ഇതാണ്. ഇപ്പോൾ ഈ വെക്ടർ അല്ലേ, ദിസ് വെക്ടർ, ഈ വെക്ടറിനെ ഞാൻ തൽക്കാലത്തേക്ക് w1 എന്ന് പേര് വിളിക്കാം. ഈ വെക്ടറിനെ തൽക്കാലത്തേക്ക് w2 എന്നും വിളിക്കാം. എല്ലാവരും വിളിക്കാം. ഇത് w3 ആണ്, ഇത് w4 ആണ്, ഇത് w5 ആണ്. ഇതിൽ ആരൊക്കെയാണ് ബേസിസിൽ ഇല്ലാത്തത്? v3 v4 അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ w3 എടുക്കുക. w3 ഈ w3നെ w3യും പിന്നെ ആരാ? w5 അല്ലേ. ഈ w3നെ നിങ്ങൾ
W1 W2 W4ൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ നോക്കിയേ. ഇവിടെ അങ്ങനെ ചോദിക്കാൻ എന്താ പറയുക, ഇവിടെ നമ്പേഴ്സ് കുറേ സിമ്പിളാണ്, കുറേ സിമ്പിളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. Can you express W3 as a linear combination of W1 W2 and W4? അവിടെ നോക്കിയാൽ മതി, W3 അല്ലേ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 കിട്ടണമെങ്കിൽ ഇവിടെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോകാം കേട്ടോ. സോ W3 is equal to 2 times W1, 2 times W1. പിന്നെയോ ഇവിടെ -1 അല്ലേ കിട്ടണ്ടേ, അപ്പോൾ ഇവിടെ എന്ത് വേണ്ടി വരും, -W2. ഇനിയോ, ഇനി ബാക്കിയുള്ള എല്ലാം സൂറയാണ്, അപ്പോൾ അവിടെ വേറെ ഒന്നും വേണ്ട. ഇനി ആരാ വേണ്ട, W5 എടുക്കാം. നമുക്ക് വേണ്ട W3 W5 അല്ലേ, V3 V5 വേണ്ട. പക്ഷേ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പവഴിയുണ്ട്. ഇനി നിങ്ങൾ W5 എടുക്കുക. അതിനെപ്പറ്റി ചോദിക്കട്ടെ, നമുക്ക് വേണ്ട W3 അല്ലല്ലോ, V3 അല്ലേ. ഞാൻ ധൈര്യപൂർവ്വം എഴുതാൻ പോവുകയാണ്. ആൻഡ് V3 is equal to 2V1 minus V2. V3 is equal to 2, ഇതേ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ കിട്ടാൻ. ഞാൻ ധൈര്യപൂർവ്വം എഴുതാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെരിഫൈ ചെയ്യുക, ഇതിൽ വെരിഫൈ ചെയ്യുക. സംശയം നോക്കി നിങ്ങൾ 2V1 അല്ലേ, അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 minus V2, 2 minus 2 0. V3 എടുത്ത് കണ്ടോ, V3യുടെ ഇവിടെ എന്താ കിട്ടുന്നത്, 0 ആണ്. കണ്ടോ, നമ്മൾ ബ്ലൈൻഡായിട്ട് എഴുതിയാണെങ്കിലും കാര്യം ശരിയാണ്. അടുത്ത എലമെൻറ്റ് ഇവിടെ 1 കിട്ടും നോക്കിയാൽ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ -4 മൈനസ് V2, മൈനസ് മൈനസ് പ്ലസ് ആവും, -4ഉം 5ഉം 1 കണ്ടോ, എല്ലാം കിട്ടും. അതിപ്പോൾ നിങ്ങൾ V3 എഴുതാൻ എളുപ്പമുണ്ട്. ആര് എഴുതിയാൽ മതി, W3 എഴുതിയാൽ മതി. അതുപോലെ W5 എടുക്കുക. W5നെ ഇവരുടെ 3 പേരുടെയും കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ. W5 നോക്കുമ്പം ഇവിടെ 1 ആണ്, അപ്പോൾ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ W1 ഇവിടെ 1 ആണ്, അപ്പോൾ ഇവിടെയും 1 വരണം, പ്ലസ് W2 ഇവിടെ 1 ആണ്, പ്ലസ് W4. ഓക്കെ അല്ലേ. അപ്പോൾ എന്തായിരിക്കും V5? സോ V5 വിൽ ബി V1 പ്ലസ് V2 പ്ലസ് V4 ആയിരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു, ബി പാർട്ടും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് വേണ്ടിയില്ലായിരുന്നു. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് ചെക്ക് വെദർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊരു ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല, ഡിഫറെൻ്റ് ആണ്. ചെക്ക് വെദർ ബി ഈസ് ഇൻ ദ കോളം സ്പേസ് ഓഫ് എ. ഈ ബി വെക്ടർ എയുടെ കോളം സ്പേസിലുണ്ടോ എന്നുള്ള ചോദ്യം. കോളം സ്പേസ് എന്തായിരുന്നു, സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ കോളം വെക്ടേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത് കോളം സ്പേസിലുണ്ടോ എന്ന് നോക്കാൻ ഇതിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ, കോളംസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സോൾവ് ചെയ്യണം, -1 0 2നെ C1 ഇൻറ്റു ഫസ്റ്റ് കോളം ഏതാ 1 1 2 പ്ലസ് C2 ഇൻറ്റു 1 0 1 പ്ലസ് C3 ഇൻറ്റു 2 1 3 എന്ന് എഴുതാൻ പറ്റുമോ. C1 C2 C3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ. ലീനിയർ കോമ്പിനേഷൻ നമ്മൾ സാധാരണ ധാരാളം പഠിച്ചാൽ ഈ സിസ്റ്റം നിങ്ങൾ സോൾവ് ചെയ്യണം. സിസ്റ്റം എങ്ങനെ സോൾവ് ചെയ്യുക, ഇതിൽ മെട്രിക്സ് എഴുതുക, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക, സോൾവ് ചെയ്യുക. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കിട്ടുമ്പോൾ നമുക്ക് ഇതേ മെട്രിക്സ് തന്നെ കിട്ടുക. ഇതിൻ്റെ ലാസ്റ്റ് കോളായിട്ട് ആരുണ്ടാവും, -1 0 2 ഉണ്ടാവും. അത് റിഡ്യൂസ് ചെയ്യുക, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആൻഡ് കോഎഫിഷ്യന്റ് മെട്രിക്സിന് ഒരേ റാങ്ക് ആണെന്ന് നോക്കുക. ആണെങ്കിൽ C1 C2 C3 കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അത് എക്സസൈസിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവരുത്, നമ്മുടെ സാധാ ലീനിയർ കോമ്പിനേഷൻ തന്നെയാണ്. ഓക്കെ അല്ലേ. അതോടെ നമ്മുടെ സെക്ഷൻ 4.7 കഴിയുന്നു. 4.7ൽ ആകെ ഒറ്റ വർക്കേ ഉള്ളൂ, റോ റിഡക്ഷൻ ടു എക്കലോൺ ഫോം. ഓക്കെ, താങ്ക് യു.